അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ആരുടെ കൂടെയാണ്? ദുൽഖറിന്റെ കൂടെയാണ്. അത് പറഞ്ഞ ഒരു യമണ്ടൻ പ്രേമകഥ എന്നാണ് സിനിമയുടെ പേര്. ഒരു കുഞ്ഞ് സീക്വൻസ് അത് കിട്ടിയത് തന്നെ എൻ്റെ ഓഫീസിൽ ഒരു പയ്യൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ആൾ നമ്മുടെ ബിബിൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആളുടെ ഫോണിൽ ഞാൻ ആ സമയത്ത് വനിതയിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മുടി ഇങ്ങനെ ഫ്രണ്ടിലിട്ടിട്ട്. അപ്പോൾ അതിലൊരു കോട്ടൺ സാരിയൊക്കെ ഉടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ലുക്ക് ഉള്ള സാധനം. അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ടാണ് അവർ, മഹി എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, മഹിയോട് പറയുന്നത് നമുക്കിങ്ങനെ സിനിമയിൽ വേണമെങ്കിൽ ഒരു കുട്ടി സാധനം കൊടുക്കാം, അവരോട് വരാൻ പറയൂ. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അറിഞ്ഞൂടാ, ദുൽഖറിന്റെ കൂടെ. അതും ദുൽഖറിൻ്റെ കൂടെ. അത് അറിയില്ല എന്താ സംഭവം ഒന്നും അവരോട്. അപ്പോൾ പറഞ്ഞ് ജസ്റ്റ് ഒരു ചിലപ്പം അതിൽ സീനിലിരിക്കുന്ന സാധനം ഉണ്ടാവുള്ളൂ, ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റേ നമ്മുടെ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോയി, രാവിലെ പോയിട്ട് വൈകിട്ട് വരെ ഇരുന്നു. ഷോട്ടൊന്നും എടുത്തില്ല, പൊക്കോളാൻ പറയുന്നു. കാരണം അന്ന് വേറെ കുറേ ടെക്നിക്കൽ ഡിലേസ്, പിന്നെ കോളേജ് സീക്വൻസസ് എടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അന്ന് എടുത്തില്ല. അപ്പം ഞാൻ വെച്ചു അയ്യോ തീർന്നു, ഇനിയിപ്പം നാളെ വരണ്ട, അപ്പം നാളെയും കൂടെ വന്നു നോക്കൂ, ഗ്യാരണ്ടി ഒന്നുമില്ല, എന്നാലും സാരമില്ല നമുക്കൊന്ന് അഭിനയിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം വീണ്ടും ചെല്ലുന്നത്. അന്ന് ലാസ്റ്റ് രാവിലെ 6:30 പോയിരിക്കുന്നതാണ്. അങ്ങനെയാണ് സിനിമ ഷൂട്ട് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. രാവിലെ പോയിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്തായിരിക്കും ഒരു ഷോട്ട് എടുക്കുന്നതെന്നുള്ളത് അന്നാ മനസ്സിലായത്. അതിൽ അപ്പോൾ രാത്രി പാക്കപ്പ് ആവുന്നതിന് തൊട്ട് മുന്നേ അവിടെ പിടിച്ചെപ്പിട്ട് പറഞ്ഞു വേറൊന്നുമില്ല, ദുൽഖറിനെ നമ്മുടെ സലിം കുമാർ ചേട്ടൻ അകത്തോട്ട് വല്ല അവലോ മലരോ ഒക്കെ കാണും. ദുൽഖർ ഇങ്ങനെ സ്പാർക്ക് തപ്പി നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്, ആരായിട്ടാണ് കണക്ഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രേമത്തിലെ ഡയലോഗ് വല്ല അവലോ മലരോ ഒക്കെ കാണും, അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്കുന്ന പറയും. ദുൽഖറിനെ ഇങ്ങനെ തള്ളി വിടുമ്പോൾ നോക്കിയിട്ട് എന്താ എന്ന് ചോദിക്കണം, ഇതാ സാധനം. അപ്പോൾ ഞാൻ ചെയ്തു, എനിക്ക് ദുൽഖറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സന്തോഷം, കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോയിട്ട് ദുൽഖറിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഒരു ഇത് കിട്ടുക. ഐ വാസ് വെരി ഹാപ്പി.